കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിയപുരത്ത് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലെ അത്ഭുത സാക്ഷ്യങ്ങളാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് TV പ്രേക്ഷക മീറ്റിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ആ വിവരങ്ങൾ ലഭിക്കും, നോട്ട് ചെയ്യണം. കോഴിക്കോട്, അതുപോലെ മൈസൂർ, എടക്കര, മഞ്ചേരി സ്ഥലങ്ങളിലുണ്ട്. കൂടാതെ അടുത്ത ആഴ്ചയിൽ നമുക്ക് TV പ്രേക്ഷക മീറ്റിങ്ങുകൾ വീണ്ടും നടക്കുകയാണ്. തൃശ്ശൂരും വടക്കാഞ്ചേരി, ഇരിഞ്ഞാലക്കുട ഈ ഭാഗങ്ങളിൽ TV പ്രേക്ഷക മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കണം, കടന്നു വരണം. നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുത സൗഖ്യമോ വിടുതലോ പ്രാപിച്ചെങ്കിൽ അത് വന്ന് സാക്ഷ്യം പറയണത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. അപ്പോൾ തന്നെ ആ മീറ്റിങ്ങുകളിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിയപുരത്ത് നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ സംസാരിച്ച വചനമാണ്, യേശു ക്രിസ്തു ദാരിദ്ര്യം തരുമോ? ദൈവത്തോടടുത്താൽ കഷ്ടതയാണ്, പ്രയാസമാണ്. നമുക്ക് ഭൗതിക നന്മകളൊക്കെ ദൈവം എടുത്തു മാറ്റി നമ്മളെ പരിശോധനയിൽ കൂടെ നടത്തുമെന്നൊക്കെ ഒത്തിരി ചിന്താഗതികൾ വളരെ കാലമായി പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വാസ്തവത്തിൽ യേശു നമുക്ക് ദാരിദ്ര്യം തരുമോ? തിരുവചനത്തിലേക്ക് കടക്കാം. ദൈവം ദാരിദ്ര്യം തരുമോ? ചില വിചാരം, പണ്ടൊക്കെ ഞങ്ങൾ വിശ്വാസം വന്നപ്പോൾ, വിശ്വാസത്തിൽ വന്ന പിന്നെ ഞെരുക്കത്തിലൂടെ നടത്തും. എന്തുവാ അങ്ങനെ കേട്ടിട്ടുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. ഈ ചിന്ത അകത്തിരിക്കുന്നിടത്തോളം അതിനുള്ള സാധ്യതയുണ്ട്. ഞെരുക്കത്തിലൂടെ അല്ല നടത്തുന്നത്. നിന്റെ വള്ളത്തേൽ അവൻ കയറിയാൽ വള്ളം നിറയ്ക്കും. യേശുക്രിസ്തുവിന് മാത്രം ഉള്ളൊരു വലിയ പേരാണ് നിറവ്. യോഹന്നാൻ പറയാണ്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കും. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് കാനാവിലെ കല്യാണത്തിലാണ്. തൻ്റെ ശുശ്രൂഷയ്ക്കായി ആ വായിൽ നിന്ന് പുറപ്പെട്ട ആദ്യത്തെ വാക്കെന്നാണെന്നറിയോ? ഈ കൽപാത്രങ്ങളെ നിറപ്പീൻ. പത്രോസിന്റെ ശൂന്യമായ വള്ളത്തിൽ കയറിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നിറവ്. 5 അപ്പം എടുത്ത് വാഴ്ത്തി ജനത്തിന് കൊടുത്തപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നിറവ്. എഫേസ് ലേഖനകാരൻ അവന് പേരിട്ടിരിക്കുക എല്ലാറ്റെയും നിറയ്ക്കുന്നവന്റെ നിറവായ ക്രിസ്തു. എവിടുന്നോ വന്ന ദുരുപദേശങ്ങൾ തലയിൽ നിന്ന് പൊട്ടട്ടെ, എവിടുന്നോ വന്ന ധാരണകൾ ഉള്ളിൽ നിന്ന് മാറട്ടെ. കർത്താവിൻ്റെ നിറവ് ശരീരത്തിൽ മാത്രമല്ല, ഭൗതികമായി നിന്റെ ബിസിനസ്സിലും നിന്റെ ശുശ്രൂഷയിലും ഉണ്ടാകട്ടെ. നമ്മളിങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ, പഴയ നിയമത്തിൽ നിന്ന് എടുത്തു പറയാം, അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർധനവിനാൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് നിറയ്ക്കുക മാത്രമല്ല, നിറഞ്ഞ് കവിയുമാറാക്കും. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമായ 23-ാം സങ്കീർത്തനം യേശു എന്ന ഇടയനെ കുറിച്ച് പറയുമ്പോൾ ആട് പറയാണ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. യേശു തമ്പുരാൻ പറയാ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. ആത്മീയ അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ യേശു പറയാ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ നിറഞ്ഞ് കവിയും. വേർത്ത് പറയണം, നിത്യജീവങ്കിലേക്ക് പൊങ്ങുന്ന, നിൽക്കത്തില്ല, ഇതിനങ്ങനെ അടങ്ങാൻ പറ്റുന്നില്ല, ഈ അനുഗ്രഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല, നിറഞ്ഞ് കവിയുന്ന അനുഗ്രഹം. അതാ യേശു. നീ തൊടുന്നിടത്തെല്ലാം അനുഗ്രഹം. നീ ഒരു ഓഫീസിൽ ചെന്നാൽ നീ നിമിത്തം ആ ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നീ ഒരു സ്ഥാപനത്തിൽ ചേർന്നാൽ അത് പൂട്ടിക്കെട്ടത്തില്ല. പൂട്ടിക്കെട്ടാനിരുന്ന ഓഫീസ് നീ ചെല്ലുമ്പോൾ നിറഞ്ഞ് കവിയും.
നീ ഒറ്റ ആളുള്ളത് കൊണ്ട് ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എൻ്റെയും നിന്റെയും ഗുണമല്ല, നമ്മളിൽ വന്നവൻ നിറവാ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറണം. അകത്തിട്ടിരിക്കുന്ന ധാരണകളെ ശാസിക്കണം. അതിനെക്കുറിച്ച് നിരവധി വാക്യങ്ങൾ പറയാനുണ്ട്. ദാരിദ്ര്യം കൊടുക്കുമോ? ദാരിദ്ര്യം കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ദാരിദ്ര്യം മാറാൻ അവൻ ദരിദ്രനായി എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം വാക്യം ഒരാൾ വായിക്കണം. അടുത്തയാൾ 2 കൊരിന്ത്യർ 9:8 വായിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടത്. ചിലർക്കൊരു ചോദ്യം, ചിലർ പറഞ്ഞിരിക്കുന്നത് യേശു ദരിദ്രനായി പിറന്നു എന്നാ. ഞാനും പറഞ്ഞിട്ടുണ്ട്. യേശു ദരിദ്രനായിട്ടാണോ പിറന്നേ? ബാക്കി ഒന്നുകൂടെ വായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. യേശു ഈ ലോകത്ത് ജീവിച്ചപ്പം ദരിദ്രനായിരുന്നോ? എവിടെയാണ് ദരിദ്രനായത്? യേശു ക്രിസ്തു ദരിദ്രനായിട്ടല്ല പറഞ്ഞ, രാജാവായിട്ടാണ് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്ന ആ നക്ഷത്രം കണ്ടു പോയത് ഇന്ത്യക്കാരെ രാജാക്കന്മാരാണ്. അവർക്ക് വിവരം ഉണ്ടായിരുന്നു. അവർ പൊന്നും മൂരും കുന്തിരുക്കുവാ രാജാവിന് കാഴ്ചവെച്ച്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പാലസ്തീൻ നാട്ടുകാർക്ക് പിടികിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്തിൽ അവനെ സ്വീകരിച്ച് അവൻ രാജാവാണെന്ന് കാണേണ്ടവർക്ക് പിടികിട്ടി. ആമേൻ. അവൻ ദരിദ്രനല്ലായിരുന്നു, സ്വീകരിച്ചവരുടെ ചിന്താഗതി ദരിദ്രമായിരുന്നു. കർത്താവായ യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം ഇതാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. അത് പറഞ്ഞ ആൾ ദരിദ്രനാണോ? ഞങ്ങൾ ദരിദ്രന്മാരെന്നാണോ യേശു പറഞ്ഞത്? അല്ല. മറ്റൊരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം ചെയ്തപ്പോൾ, സ്വച്ഛജടമാംസി തൈലം പകർന്നപ്പോൾ അതിനെ വിമർശിച്ച ശീമോൻ പറയുകയാണ്, ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ഉടനെ യേശു എന്താ പറഞ്ഞേ? ദരിദ്രർ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനോ ഇല്ലല്ലോ. അപ്പോൾ യേശു ദരിദ്രനാണോ? പറഞ്ഞാട്ടെ. ഇനി യേശു കർത്താവിൻ്റെ തന്നെ പരസ്യ ശുശ്രൂഷയിൽ ഒടുവിൽ ശിഷ്യന്മാരുമായി അന്ത്യത്താഴത്തിന് ഇരിക്കുമ്പോൾ യൂദായോട് എന്തോ പറയുന്നത് കേട്ടപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞെന്നാ, അവൻ ദരിദ്രന്മാർക്ക് എന്തോ കൊടുക്കാൻ യൂദായെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചെന്ന്. യേശു ദരിദ്രനായിരുന്നോ? പറഞ്ഞേ. പിന്നെ എവിടാ ദരിദ്രനായത്? എവിടാ ശാപമാക്കപ്പെട്ടത്? എവിടാ രോഗം ശീലിച്ചത്? എവിടാ പാപം വഹിച്ചത്? എവിടാ ശാപമാക്കപ്പെട്ടത്? എവിടെയാണ് ഇതെല്ലാം ഏറ്റെടുത്തത്? ക്രൂശിൽ ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. തിരുവചനം പഠിപ്പിക്കുന്നു, അവൻ ജീവിച്ചപ്പോൾ അവൻ ദരിദ്രനല്ലായിരുന്നു, ദരിദ്രരെ സമ്പന്നനാക്കുന്നവരാണ്. അവൻ കയറിയ വള്ളങ്ങൾ നിറഞ്ഞു, അവൻ നോക്കിയ കലങ്ങൾ നിറഞ്ഞു, അവൻ തൊട്ട അപ്പങ്ങൾ വർദ്ധിച്ചു. അവൻ സ്വർഗത്തിന്റെ സമൃദ്ധി ഒരു വ്യക്തിഭാവത്തിൽ ഇവിടെ വെളിപ്പെട്ടവന്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ അവൻ ക്രൂശിൽ കിടന്നപ്പോൾ അവന് വിശന്നു, അവന് ദാഹിച്ചു, അവൻ രോഗം ശീലിച്ചു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് തിരുവെഴുത്തും പ്രകാരം ശാപം ഏറ്റെടുത്തു. നാം അവനിൽ നീതിയാകുവാൻ അവൻ പാപം ആക്കപ്പെട്ടു. പത്രോസ് പറയുന്നു, നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ കുരിശന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. ആമേൻ. ന്യായപ്രമാണം ആവർത്തന 28 പറയുന്നു, വിശപ്പ്, ദാഹം, നഗ്നത, ഇങ്ങനെ ദാരിദ്ര്യത്തിന്റെ പൂർണ്ണത ഏതെല്ലാം കൂടെ വരുന്ന പറഞ്ഞേ? വിശപ്പ്, ദാഹം, നഗ്നത, ഞെരുക്കം, ഇതെല്ലാം കൂടെ ഒരിടത്ത് വന്നു. ക്രൂശിന്മേൽ അപമാനം, ദാരിദ്ര്യത്തിന്റെ പൂർണ്ണത യേശു ക്രൂശിൽ അനുഭവിച്ചു. ഞാനും നിങ്ങളും സമ്പന്നരാകാൻ. ഞാൻ ഈ വാക്യത്തെക്കുറിച്ചുള്ള ചോദ്യം പലരോട് ചോദിച്ചിട്ടുണ്ട്. യേശു ദരിദ്രനാണ്, അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാനെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഏത് നിലയിൽ സമ്പന്നരാകാനാണെന്നാ ഈ വചനത്തിൻ്റെ അർത്ഥം? ആത്മീയമായി സമ്പന്നരാകാനാണെന്നാണോ? ഭൗതികമായി സാമ്പത്തികമായി സമ്പന്നരാകാനാണോ? പറഞ്ഞാട്ടെ. ആത്മീയമായി അല്ലേ? അങ്ങനെ പറഞ്ഞവർക്കാരെ ഉയർത്തിപ്പിടിച്ചു. എനിക്കറിയത്തില്ല, എവിടെല്ലാം ചെന്നാലും ഇങ്ങനെ പറയുന്നു. അങ്ങനല്ല വചനം.
ആത്മീയമായി സമ്പന്നരാക്കും. പക്ഷെ 2 കോരിന്ത്യർ 8 ഒരു ഭൗതികമായ കളക്ഷനെ കുറിച്ച് അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ്. 2 കോരിന്ത്യർ 8 എന്തിനുള്ളതാ? അതിൻ്റെ 1-ാം വാക്യം വായിച്ചേ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും ധർമ്മശേഖരണം നടന്നു യെരുശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, അപ്പോൾ മക്കദോന്യ സഭകൾക്ക് ലഭിച്ച കൃപ നിങ്ങൾ അറിയരുത്. അവർക്ക് കൊടുക്കാൻ വേണ്ടി മക്കദോന്യ സഭകൾക്ക് കയ്യിൽ കാര്യമായിട്ടില്ലെങ്കിലും അവരുടെ ഹൃദയം സമ്പന്നമായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ധാരാളമായി കൊടുത്തു, അല്ലേ? ധാരാളമായി കൊടുത്തു. താട്ട് വായിച്ചേ. എന്നിട്ട് കൊരിന്ത്യരോട് പറയാണ്, നിങ്ങളും തീരുമാനിച്ച പോലെ എന്ത് ചെയ്യണം? കൊടുക്കണം. ഈ വിഷയം ആത്മീയമാണോ ഭൗതികമാണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ ഉറക്കെ പറ. എന്നിട്ടാ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങളും സമ്പന്നരാകേണ്ടതിന്. അടുത്തിരിക്കുന്ന ആൾ പറ, ഒരു വചനം പഠിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നോക്കി പഠിക്കണം. ഇവിടുത്തെ പശ്ചാത്തലം ഏതാണ്? ഭൗതിക കാര്യം. നിശ്ചയമായിട്ടും കർത്താവ് ആത്മീയ സമ്പന്നത നമുക്ക് തരുന്നു. എല്ലാ നിലയിലും നമ്മളെ സമ്പന്നരാക്കും. ഒരു കൃപാവരത്തിലും കുറവില്ലാതെ സമ്പന്നരാക്കും. എന്നാൽ കർത്താവ് ഭൗതികമായി ഞെരുക്കം അനുഭവിച്ചു. നഗ്നനായി, അവൻ 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 അപമാനിതനായി, അവൻ ദരിദ്രനായി, വിശന്നു, ദാഹിച്ചു, ശാപമേറ്റു. എന്തിനാണെന്നറിയാമോ? ക്രൂശിലൂടെ വിശ്വാസത്താൽ നിനക്ക് അതിൻ്റെ എല്ലാ നന്മകളും ലഭിക്കാൻ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾ കോഴിക്കോട് TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയിലും ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ, അപ്പോൾ തന്നെ നാളെ പകലും വൈകിട്ടും മൈസൂറിൽ TV പ്രേക്ഷക മീറ്റിങ്ങും വിടുതൽ ശുശ്രൂഷയും. മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് മീറ്റിംഗ്. നിലമ്പൂരിന് സമീപം എടക്കരയിൽ പ്രസ്റ്റീജ് പാലസ്. ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ മീറ്റിംഗ് മഞ്ചേരിയിലുണ്ടായിരിക്കും. ഈ മീറ്റിങ്ങുകളിൽ നിങ്ങൾ കടന്നു വരണം. മറ്റുള്ളവർ പ്രാർത്ഥിക്കണം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇന്ന് കോഴിക്കോട്ട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും നാളെ മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം, ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മറ്റന്നാൾ എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി, പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി, ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. 2 കോരിന്ത്യർ 8-9 ഈ 2 അധ്യായങ്ങളും യെരുശലേമിലെ ഞെരുക്കമുള്ള വിശ്വാസികൾക്ക് ഒരു ഭൗതിക കളക്ഷൻ എടുക്കുന്നതിനെ കുറിച്ച് 8-9 അധ്യായം. ഇനി 9-ന്റെ 8 വായിച്ചേ. 9-ന്റെ 8. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഈ പഴയ മലയാളം അത്ര ക്ലിയർ അല്ല. ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും തൃപ്തിയായി നടന്ന ശേഷം മറ്റുള്ള ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് കൊടുക്കാനും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇംഗ്ലീഷിലോ മറ്റ് സിമ്പിൾ മലയാളം ട്രാൻസ്ലേഷനിലോ വായിച്ചു. ഈ കാര്യം ഈ ഭൗതികത്തെ കൊടുക്കുന്നവരാണ്. കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനൊക്കുവോ? പറഞ്ഞേ. എൻ്റെ കുഞ്ഞിന് പാല് മേടിക്കാൻ വകയില്ലെങ്കിൽ കൊടുക്കാനൊക്കുവോ? ഒക്കത്തില്ല. ദൈവത്തിൻ്റെ ഹിതം, അടുത്തിരിക്കുന്ന ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള ഹിതം അത് യേശുവിലൂടെ വെളിപ്പെട്ടത്. അതിനൊരു മാറ്റവും ഇല്ല. ഇനി അതിന് പ്രത്യേകിച്ച് പ്രവാചകൻ തലേ കൈവച്ച് പറയണ്ട. നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം തിരക്കി എങ്ങും ആരുടെ അടുത്ത് നടക്കണ്ട. അതിവിടെ യേശു എന്നേക്കുമായി വെളിപ്പെടുത്തി. എന്തോ ദൈവഹിതം? നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയണം. നിന്റെ ആവശ്യങ്ങളെല്ലാം മുട്ടുകൂടാതെ നടന്ന ശേഷം വാരി വിതറി കൊടുക്കുവാനും ഉണ്ടാകണം. ഒരു TV പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞാൽ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകട്ടെ. ഒരാവശ്യം പറഞ്ഞാൽ കൊടുക്കാൻ, ഇല്ലെങ്കിൽ കൊടുക്കാനൊക്കുവോ? പക്ഷേ ആഗ്രഹിച്ചെങ്കിലും, നിന്റെ ഹൃദയം ആഗ്രഹിച്ചെങ്കിലും ഇന്ന് പകൽ ഞാൻ പറയാം, നിന്നെ കർത്താവ് നിറയ്ക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, കാൽവറിയിലെ നന്മ നിന്റെ കൂടെ ഓഹരിയാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ ഇത് വിശ്വസിക്കാതെ ഇതിനെതിരായി സംസാരിച്ചിട്ട് ഇത് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല.
എന്തെങ്കിലും ഇത് പ്രസംഗിക്കുന്നവരെല്ലാം പ്രോസ്പെരിറ്റി പറയുന്നവരാന്ന് പറഞ്ഞ് മുദ്ര കുത്തി പ്രസംഗിച്ചു. നമ്മളത് ഏറ്റി പറയണം. കർത്താവ് എൻ്റെ അറിവിൽ അങ്ങനെ ചെയ്ത്, പക്ഷെ തിരുവചനത്തിൽ കൂടെ എനിക്ക് അറിവ് കിട്ടി, നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടും. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദൈവമക്കൾക്ക് ദൈവം കഷ്ടത കൊടുക്കുവോ? കൊടുക്കും, കൊടുക്കത്തില്ല? ഒരു വലിയ ചോദ്യമാണ്. കൊടുക്കുവോ? കൊടുക്കത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞു, ഞാനും അതിനോട് യോജിക്കുന്നു. കൊടുക്കത്തില്ല. പക്ഷെ ദൈവമക്കൾക്ക് ചില കഷ്ടം ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. പക്ഷേ ഉണ്ടെന്ന് പറയുന്ന കഷ്ടത തന്നെ ഏതാണെന്ന് മനസ്സിലാക്കണം. സിമ്പിളായിട്ട് അങ്ങ് പറയാം. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിച്ചാൽ നിന്ന, പരിഹാസം, ഉപദ്രവം, ഇതുണ്ട്. കൈകൊടുത്ത് പറയാം, ഇതുണ്ട്. അതുണ്ടെന്നാണ് യേശു പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ മറവിൽ, കഷ്ടത എന്ന വാക്കിൻ്റെ മറവിൽ പല ഭവനങ്ങളിലും ആത്മീയരുടെ ഇടയിലും രോഗം, ദാരിദ്ര്യം, ആക്സിഡൻറ്റ്, ഇതെല്ലാം കിടന്ന് കളിക്കുക. ദൈവം കഷ്ടം തന്നതായിരിക്കും, തന്നതല്ല എന്ന് പറയാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു എന്നെ ഇവിടെ നിർത്തിയിരിക്കുകയാണ് നിങ്ങളോട് പറയാൻ, അത് ദൈവം തന്നതല്ല. അതിനെ ശാസിച്ച് പുറത്താക്കണം. കർത്താവ് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത് വചനം. യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യു ഹാവ് ട്രിബുലേഷൻ. എല്ലാവരും പറഞ്ഞ ട്രിബുലേഷൻ, പീഡനം. ആമേൻ. ഞങ്ങളത് അനുഭവിച്ചതാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമനിമിത്തം നിന്ന, പരിഹാസം, ഒറ്റപ്പെടുത്തലുകൾ. ഇനി നിങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ ആ കഷ്ടത എന്ന പദം ഏറ്റവും അധികം കാണുന്നു. 1 പത്രോസ് 4:16. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം. അടുത്തിരിക്കുന്ന ക്രിസ്തുവിനെ അനുഗമിച്ചാൽ ഒരു കഷ്ടമുണ്ട്. അതിനെ പത്രോസിൻ്റെ ലേഖനം തന്നെ പറയുന്നത് ദൈവഹിതപ്രകാരമുള്ള കഷ്ടമെന്നാ. എന്തുവാ? അതാ യേശു പണ്ടേ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കും, നിങ്ങളുടെ പേര് വിടക്കം തള്ളും, അപ്പോൾ നിങ്ങൾ തുള്ളി ആനന്ദിക്കണം, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. പൗലൂസിൻ്റെ ശൂലം പറഞ്ഞിടത്തും അടിയേറ്റു, ഉപദ്രവം ഉണ്ടായി, എല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. താൻ നിഗളിക്കാതിരിപ്പാൻ ഒരു ശൂലം തന്നിരിക്കും. ഇത് വിട്ടുമാറേണ്ടതിന് ഞാൻ പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം പറയാ, കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അടുത്ത വാക്യത്തിൽ താൻ പറയുക, ആകയാൽ കർത്താവിന് വേണ്ടി കഷ്ടം, ഉപദ്രവം എന്നിവ സഹിപ്പാൻ, കയ്യേറ്റം എന്നിവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ശൂലം ഏതാ? ആ കഷ്ടത ഏതാ? ഉപദ്രവവും കയ്യേറ്റവും. ഉറക്കെ പറ. ചുരുക്കി പറഞ്ഞാൽ, ഈ സുവിശേഷത്തെ തെറ്റിദ്ധരിച്ച, സാത്താനാൽ തെറ്റിദ്ധരിച്ച മനുഷ്യരെ സാത്താൻ കയ്യിലെടുത്തുകൊണ്ട് ഈ നല്ല നടപ്പിനെ ദുഷിക്കുകയും ഉപദ്രവിക്കുകയും പഴിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാന്ന് പറഞ്ഞതിൻ്റെ മുകളിലത്തെ ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് രോഗവും ദാരിദ്ര്യവും ക്യാൻസറോ ഒന്നും അല്ല. താട്ട് വായിക്കാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ, ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ, അങ്ങനെ നിങ്ങൾ എല്ലാം എടുക്കുന്നില്ല. പത്രോസിന്റെ ലേഖനത്തിൽ പലതവണ ഈ കാര്യം പറയുന്നുണ്ട്. എവിടൊക്കെ കഷ്ടത എന്ന് പറയുന്നുണ്ടോ അതിൻ്റെ മുകളിലോ താഴെയോ നിന്നയും പരിഹാസവും ക്രിസ്തു നിമിത്തം ഉണ്ടായ ഉപദ്രവങ്ങളുമാണ്. ആദിമ സഭ അതിലൂടെ കടന്നുപോയി. പത്രോസ് ലേഖനം എഴുതുന്ന സഭ, അവർ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയതിനാൽ ബന്ധുക്കൾ ഉപേക്ഷിച്ചു, അവരെ ഒത്തിരി പേർ നിന്ദിച്ചു, പരിഹസിച്ചു, അവരെ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ പറയുക, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഇതിൽ നിങ്ങൾ തകരത്തില്ല. ഒരു പൊന്ന് തീക്കകത്തിടുന്ന പോലെ നിങ്ങളുടെ മാറ്റു വെളി വരികയുള്ളൂ. നിങ്ങളെ ദുഷിക്കുന്നവരെ നിങ്ങൾ ദുഷിച്ച് തിരിച്ചെന്ത് ചെയ്യരുത്? ദുഷിക്കരുത്. നിങ്ങൾ ഉപദ്രവിച്ചവരെ നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. നിങ്ങളവരെ അനുഗ്രഹിക്കണം. ഈ അഗ്നിശോധന നിങ്ങളുടെ മാറ്റു വർദ്ധിപ്പിക്കും. ഒരു സ്വർണ്ണപ്പണിക്കാരൻ അഗ്നിയിലിട്ട ആ പൊന്ന് അതിൻ്റെ കീടം മാറി ക്ലിയർ ആകുമ്പോൾ അതേൽ നോക്കുമ്പോൾ പണിക്കാരൻ്റെ മുഖം തെളിയും. ഇതുപോലെ നമ്മളിലൊക്കെ പഴയ മനുഷ്യൻ്റെ ഒത്തിരി കീടങ്ങൾ കിടപ്പുണ്ട്.
നിന്നയും പരിഹാസവും ഒക്കെ കേൾക്കുമ്പോൾ അവരെ ദുഷിക്കരുത്, അവരോട് അരിശം തോന്നരുത്. അതിനകത്തൂടെ പോകുമ്പോഴും അവരെ ഒന്ന് അനുഗ്രഹിച്ചേ. നിൻ്റെ സ്വഭാവം കാണുമ്പോൾ അവർ പറയും പണിക്കാരൻ്റെ മുഖം തെളിയുന്നുണ്ടെന്ന് പറയും. ആമേൻ. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം കഷ്ടത തരുവോ? തരത്തില്ല. പക്ഷേ ദൈവമക്കൾക്ക് കഷ്ടതയുണ്ട്, പീഡനങ്ങൾ. അതിൻ്റെ മറവിൽ ദാരിദ്ര്യവും രോഗവും നിന്നെ വാഴരുത്. അതിനെ ശാസിക്കണം. പൗലോസ് തന്നെ പാമ്പ് കടിച്ചപ്പോൾ ദൈവം തന്നാന്ന് പറഞ്ഞ് എടുത്തോണ്ട് നടന്നോ? എന്ത് ചെയ്തു? അതിനെ ശാസിച്ചു, അതിനെ കുടഞ്ഞു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, യേശു വന്ന രോഗികളെ സൗഖ്യമാക്കി, ശൂന്യതകളെ നിറച്ചു, ആത്മീയമായി നിറഞ്ഞ് കവിയുമാറാക്കി. നിന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി അതാ. എത്ര പേര് ഈ കേട്ട വചനം വിശ്വസിക്കുന്നു? അതെ, ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവർ 2 കര ഉയർത്തി ഏറ്റെടുക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ദാരിദ്ര്യം തരുന്നവനല്ല, യേശുക്രിസ്തു അനുഗ്രഹം തരുന്നവന്. യേശു കർത്താവിനെ എന്തിനായി ഭൂമിയിൽ അയച്ചത് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറയുകയാണ്, നമ്മുടെ അകൃത്യങ്ങളിൽ നമ്മളെ തിരിക്കുന്നതിനാൽ നമ്മളെ അനുഗ്രഹിക്കേണ്ടതിന് യേശുവിനെ അയച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം ഒടുവിലും നമ്മൾ വായിക്കുക, 24-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോവുക. മരണപുനരുത്ഥാനത്തിന് ശേഷം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പോകുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ കര ഉയർത്തി അവരെ അനുഗ്രഹിക്കയിൽ അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു. പത്രോസ് പറയുമ്പോൾ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവാണ് അനുഗ്രഹം. ക്രിസ്തു വരുന്നിടത്ത് അനുഗ്രഹമുണ്ട്. നിത്യജീവനും മരണത്തിന് ശേഷമല്ല, യേശു നിത്യജീവൻ. അവൻ നിത്യജീവനാണെന്നാണ് വചനം പറയുന്നത്. ക്രിസ്തു നമ്മുടെ അകത്ത് വരുമ്പോൾ നിത്യജീവനും അനുഗ്രഹവും എല്ലാം നമ്മളിൽ വന്നു കഴിഞ്ഞു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മളെ അനുഗ്രഹിച്ചു. എന്നാൽ പഴയ നിയമകാലത്ത്, അബ്രഹാമിൻ്റെ കാലത്ത് അവനെ ബഹുസമ്പന്നനാക്കി അങ്ങനെ അനുഗ്രഹിച്ചെന്ന്. സമ്പത്ത് മാത്രമായിരുന്നു അവിടുത്തെ അനുഗ്രഹം. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ സമ്പത്ത് മാത്രമല്ല അനുഗ്രഹം. സമ്പത്തുള്ള അനേകർക്ക് അനുഗ്രഹം ഇല്ല, ഭൗതിക സമ്പന്നതയുള്ള. യേശുക്രിസ്തു വരുമ്പോൾ സമ്പത്തുണ്ടാകും. അത് അനുഭവിക്കാനുള്ള യോഗം, സമാധാന, സന്തോഷം, നിത്യജീവൻ്റെ പ്രത്യാശ എല്ലാം അടങ്ങുന്നൊരു പാക്കേജാണ് പുതിയ നിയമത്തിൽ അനുഗ്രഹം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹം, അബ്രഹാമിനോട് മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം എന്താണെന്നറിയാമോ? വിശ്വാസത്താൽ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം മാറ്റി നമ്മളെ നീതീകരിക്കുന്നു എന്ന അനുഗ്രഹമാണ് ഗലാത്യർ 3-ൽ പറയുക. വിശ്വാസത്താൽ നീതീകരിക്കുക എന്ന അനുഗ്രഹം. നമുക്ക് തെറ്റുകളുണ്ടെങ്കിലും നമുക്ക് കർമ്മദോഷങ്ങൾ സംഭവിച്ചെങ്കിലും നമ്മൾ യേശു ചെയ്ത കാൽവരിയിലെ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളെ നീതിമാന്മാരായി എണ്ണുന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതോടുകൂടെ സകലവും നമുക്ക് തരും. അതാണ് മുമ്പേ നിങ്ങളവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടെ ഉണ്മാനും ഉടുപ്പാനും സാമ്പത്തികമായതെല്ലാം തരും. എന്നാൽ ഒരിടത്തും യേശു ദാരിദ്ര്യം തരും എന്ന് വചനത്തിലില്ല. യേശു പറഞ്ഞ ദരിദ്രൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലല്ലോ എന്ന്. യേശു ദരിദ്രനല്ലായിരുന്നു, അവൻ ദരിദ്രന് കൊടുക്കുന്നവനായിരുന്നു. ദരിദ്രന്മാർക്കോട് സുവിശേഷം പറയാനാണ് യേശു വന്നതെന്ന് തൻ്റെ ആഗമനോദ്ദേശം യേശു ലൂക്കോസ് 4-ൽ പറഞ്ഞു. സോ ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു സാമ്പത്തിക പ്രശ്നത്തിലാണോ, വേറെ ഏതെങ്കിലും വിഷയത്തിൽ ദാരിദ്ര്യത്തിലാണോ, സമ്പത്തിൽ മാത്രമല്ലോ, സമാധാനത്തിൽ, ആരോഗ്യത്തിൽ മാറ്റി നിറയ്ക്കുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. മോഷ്ടിപ്പാനും അറുപ്പാനും ദരിദ്രനാക്കാനും വരുന്ന പിശാച മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിക്കുന്നവനല്ല കർത്താവ്. മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം തരുന്നവനാണ്. ഒന്ന് പ്രാർത്ഥിക്കുമോ? ധാരണകൾ മാറിയാലേ നമുക്ക് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ദൈവം ദാരിദ്ര്യം തരുന്നവനാണെന്ന് പറഞ്ഞിരുന്നാൽ അതൊരിക്കലും മാറത്തില്ല. ആ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മാനസാന്തരപ്പെടണം. എൻ്റെ അറിവുകേടിൽ പറഞ്ഞു പോയി കർത്താവ്, എനിക്ക് നിറവ് തരണം. നമ്മുടെ വാഗൊണ്ട് പറയുന്നതേ നമുക്ക് സംഭവിക്കത്തുള്ളൂ. അനുഗ്രഹിക്കുന്നൊരു കർത്താവ്. എന്നാൽ പത്രോസ് വള്ളം നിറഞ്ഞപ്പോൾ ദൈവത്തെ വിട്ടുപോയോ? ഇല്ലല്ലോ. ആ കർത്താവിൻ്റെ കാൽക്കിലേക്ക് വീഴുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ആ പണം കണ്ട്, നന്മ കണ്ട് നമ്മൾ ഓടത്തില്ല. ആ സ്നേഹം കൊണ്ട് നമ്മൾ നിറയും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാ ഏരിയയിലുമുള്ള അനുഗ്രഹം, സമ്പന്നത ഉണ്ടാകട്ടെ. സാമ്പത്തികത്തിൽ കൊടുക്കുവാനുള്ള സമ്പന്നത, മറ്റുള്ളവരെ കൂടെ ഹെൽപ്പ് ചെയ്യാനുള്ള സമ്പന്നത ഉണ്ടാകട്ടെ. ആരോഗ്യത്തിൽ മറ്റുള്ളവരെ താങ്ങുവാൻ, സമാധാനത്തിൽ, ദൈവവചനത്തിൽ, ദൈവകൃപയിൽ, അഭിഷേകത്തിൽ ഈ മക്കൾ സമ്പന്നരായി, ഒരു കൃപാവരത്തിലും കുറവില്ലാതെ സമ്പന്നരായി തീരട്ടെ. അനുഗ്രഹിക്കുകയാണ്. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ഭാരങ്ങൾ വിട്ടുമാറട്ടെ.
കർത്താവെ, അപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പാപമോചനവും നിത്യജീവൻ്റെ ഉറപ്പും ലഭിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകളാൽ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള എല്ലാ സമ്പന്നതകളും സമാധാനത്തിൽ, സന്തോഷത്തിൽ, ആരോഗ്യത്തിൽ, അഭിവൃദ്ധിയിൽ, സാമ്പത്തികത്തിൽ, നിത്യജീവൻ്റെ ഭദ്രതയിൽ, കുടുംബജീവിതത്തിൽ എല്ലാ സമ്പന്നതയും അനുഭവിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഈ ദിവസങ്ങളിലെ TV പ്രേക്ഷക മീറ്റിങ്ങുകളിൽ വരണം, നോട്ട് ചെയ്യണം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇന്ന് കോഴിക്കോട്ട് സെപ്റ്റംബർ 16 ബുധൻ. ശുശ്രൂഷ രാവിലെ 10-ന് നളന്ദ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും നാളെ മൈസൂരിൽ സെപ്റ്റംബർ 17 വ്യാഴം. ജഗൻ മോഹൻ പാലസ്, സിറ്റി ബസ് സ്റ്റാൻഡിന് സമീപം. ശുശ്രൂഷ രാവിലെ 10-നും വൈകിട്ട് 6-നും. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മറ്റന്നാൾ എടക്കരയിൽ സെപ്റ്റംബർ 18 വെള്ളി, പ്രസ്റ്റീജ് പാലസ്. ശുശ്രൂഷ വൈകിട്ട് 5:30-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും മഞ്ചേരിയിൽ സെപ്റ്റംബർ 19 ശനി, ജയശ്രീ ഓഡിറ്റോറിയം, കാലിക്കറ്റ് റോഡ്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും ഇരിങ്ങാലക്കുടയിൽ സെപ്റ്റംബർ 24 വ്യാഴം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ടൗൺ ഹാൾ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സെൽവം ഓഡിറ്റോറിയം സെപ്റ്റംബർ 25 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വ്രത ശുശ്രൂഷയും തൃശൂർ ജില്ലയിലെ കൊടകരയിൽ സെപ്റ്റംബർ 26 ശനി. ശുശ്രൂഷ രാവിലെ 10-ന്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ. चांदी का राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति.